അവൻ്റെ തള്ള ഒരുത്തനുമായിട്ട് അസ്ഥിക പിടിച്ച പ്രേമമായിരുന്നു. അവനെ ആക്സിഡൻറ്റിൽ അങ്ങ് തീർന്നു. പക്ഷേ അവൾക്ക് നേരം വയറ്റിലുണ്ടായി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അന്നെങ്കിൽ ഈ ബോംബ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അല്ലേ? കെവിനെ പോലും അറിയിക്കണ്ട. നമുക്ക് സമയം സന്ദർഭം നോക്കി പൊട്ടിക്കാം അല്ലേ ഈ ചായ? മിയ, നീ എന്തിനാ എൻ്റെ ക്യാബിനിൽ? നിനക്ക് വർക്ക് അസൈൻ ചെയ്ത് തന്നിട്ടില്ലേ? അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയല്ലോ. അയ്യോ, എന്തെങ്കിലും നേരത്തെ പറയണ്ടായിരുന്നോ? വേറെ പണി തരാമായിരുന്നല്ലോ. തിരുമ്പ പണി തരാൻ ഞാൻ കുപ്പി നിറക്കുന്ന ഭൂതമോ? അതെന്താ മോളെ, ഇവൻ ഒത്തിരി ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ? എടാ, മീറ്റിംഗ് ഉണ്ടോ? വാ മോള് ചെല്ല്. അത് പിന്നെ ഹല വന്നില്ല, അവളും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് ഓർത്തുണ്ടായിരുന്നു. ആദം സാർ എന്തോ പറഞ്ഞു കൊടുക്കുക. അത് കൊള്ളാം. ഇവിടെ ഉള്ളവങ്ങൾക്ക് കൂട്ടമായിട്ട് എന്തോ രോഗമാ. എടാ ജിമിനെ, നീ അവനെ ചെന്ന് വിളിച്ചിട്ട് വാ. ഇയാളുടെ പ്രൈവറ്റ് റൂം എന്തായാലും കൊള്ളാം. കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. അയ്യേ, ഇത് ഇയാളുടെ ഫോട്ടോയാണോ? വലിയ കാര്യമായിട്ട് നോക്കി നീ ചിരിക്കുന്നുണ്ടല്ലോ. എന്താടി അത്? നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ? നിനക്ക് ഭാവിയിൽ ഞാൻ അങ്ങനെ കാണാനൊരു അവസരം തരാം. ഇങ്ങനെയോ? അയ്യേ, ഛേ. എൻ്റെ ഒരു ചേ, ഞാൻ സത്യം പറയുക, നിനക്ക് ഇഷ്ടപ്പെടും. വൃത്തി കിട്ടാ. ഛേ. ഓഹോ, എനിക്ക് ആ ലിഫ്റ്റ് വെച്ച് തന്നത് മതിയായില്ല, ഒരെണ്ണം കൂടെ തരണമെന്ന് തോന്നിയ. ഓഹോ, അപ്പം കണ്ട് ഞങ്ങൾക്ക് മതിയായുടെ ഉപ ഇനി അടുത്തും കൂടെ താങ്ങാനുള്ള ശേഷിയില്ല. അപ്പം നിന്നെ മീറ്റിംഗ് കൂടാൻ വിളിക്കുന്നുണ്ട്. ഹല, ഞാൻ വരുന്നവരെ എവിടെയും പോകരുത്. നിനക്കുള്ള ഫുഡ് ഇവിടെ കൊണ്ടെത്തിച്ചോളാം. ഇപ്പം നീ സമ്മതിക്കത്തില്ല, നടക്കടാ. പിള്ളേർ പോയിട്ട് വിളിച്ചായിരുന്നോടാ ജാക്സാ? അതോ ഇത്താക്കിൻ്റെ കമ്പനി അവർ തലകീഴാക്കി വെക്കൂ? ആ, ഞാൻ ജൂണിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെ അവരുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ജൂണിൻ്റെ ഒക്കെ കടമയല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും കാണത്തില്ലപ്പാ. രണ്ടെണ്ണം വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കണോ? എന്നാ ഈ ചായ കൊടുക്ക്. അപ്പം പിന്നെ നാളെ കുടുംബത്തിലുള്ള എല്ലാവരും ഉത്സവത്തിന് കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? ആര് വിളിച്ചതല്ലേ. പക്ഷെ ഹലേനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞതിനോട് എനിക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. എന്നാ ചെയ്യേണ്ടത്? അതങ്ങനെ ഒരു സാധനം. ഇവളൊക്കെ എൻ്റെ മോളെ ജനിച്ചു പോയല്ലോ. ഹൈറിനും നമ്മുടെ ഹാലയൊക്കെ ആണെങ്കിൽ മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. മക്കളെ എന്നിട്ട് വേർതിരിച്ച് കാണുന്നത്. എന്നെ പറയാനാടോവേ. എന്നാലും ഹലക്കൊച്ചിനെ കൊണ്ടുപോകണ്ട, അവിടെ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ കമ്പനിയിൽ പോട്ടെ, അവൾ ഇൻറ്റേൺഷിപ്പ് എന്തായാലും നടക്കുമല്ലേ. നമുക്കെല്ലാവർക്കും പോയല്ലേ പറ്റൂ. എന്നെങ്കിൽ അവൻ്റെ മുഖമെങ്കിലും ഓർത്ത് നമുക്ക് പോകണം. നിൻ്റെ മുഖത്തിനടി ഒരു തെളിച്ചമില്ലാത്ത ബുമ്മെന്ന് പറഞ്ഞിരിക്കുന്നത്. ആദം സാർ എന്തെങ്കിലും പറഞ്ഞോ? അയാൾക്ക് മുഴുത്ത ഭ്രാന്ത്, അല്ലതെൻ്റെ പറയാനാ. നിങ്ങളൊക്കെ കൂടിയല്ലേ രാവിലെ എന്നെ ലിഫ്റ്റിൽ തള്ളിയിട്ടത്? ഞങ്ങളൊന്നും തള്ളിയിട്ടില്ല. ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു. അന്നേരം നീ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് ചെന്നത്. പിന്നെ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് സാവകാശം കിട്ടിയില്ല. പെട്ടെന്ന് ലിഫ്റ്റ് കടഞ്ഞു. ഞാൻ പണിയെടുത്ത് മടുത്ത്. ആ കോഴിക്കുഞ്ഞിട്ട് എന്നെ ഒത്തിരി പണിയെടുപ്പിച്ച്. ഞാൻ പണി കൊടുത്തോളാം. പിന്നെ നാളെ എന്തായാലും നമുക്ക് അവധിയല്ലേ. എൻ്റെ അപ്പയുടെ വീട്ടിലേക്ക് പോവല്ലേ. അല്ല, നീ വരുമോ? നീ ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയ്ക്ക് എലിസബത്ത് ആൻറ്റിക്കാണെങ്കിലും ഞാൻ വരുന്നത് ഇഷ്ടപ്പെടില്ലെന്നറിയാലോ. പിന്നെ ഞാൻ വരുന്നില്ല. ഇപ്പം ഗബ്രിയനോട് ഇത് നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് നാളെ ഇൻറ്റേൺഷിപ്പാണ്. അയാളുടെ ഒരു പ്രൈവറ്റ് റൂമുണ്ട്, അതിൻ്റെ ഭിത്തി നിറച്ചും പെയിൻറ്റ് ചെയ്യാൻ. ഒരു കണക്കിന് നോക്കി നിനക്ക് ഭാഗ്യമുള്ളവളടി. മമ്മിയുടെ നാളത്തെ പൊങ്ങച്ചം പറിച്ചിൽ കേൾക്കട്ടല്ലോ. എന്താണേലും ഞങ്ങൾക്ക് ബോറടിച്ച് അവിടെ നിൽക്കണം. ഇനി വൈകിട്ട് ലേറ്റും ആകും. ബെന്നിച്ചനാണെങ്കിൽ നമ്മുടെ ഹയറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. നമുക്കൊന്നെങ്കിൽ വിട്ടേക്കാം അല്ലേ വേഗം തന്നെ. അവന്മാരിപ്പോൾ എത്തിക്കാണും. മാഡം ഇവിടെ കുറേ നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാനെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ, അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതൊന്നും കുഴപ്പമില്ല കൊച്ചേ, ആവശ്യം എൻ്റെ കയ്യിൽ പോയില്ലേ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നാ പൈസ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മരുന്നില്ലേ, നാളെ ഹല കുടിക്കുന്ന ഡ്രിങ്ക്സിൽ കലക്കണം. അവൾ ഓഫീസിലായിരിക്കും. അന്നേരം അവൾക്ക് ജ്യൂസ് കൊണ്ടുവരാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അന്നേരം നീ മിൽസൊന്ന് കലക്കിയാൽ മതി. ഈ മെഡിസിനോ? ഹല മാഡത്തിൻ്റെ ജ്യൂസിനോ? ദൈവമേ, ആദം സാർ വില പറഞ്ഞ് എൻ്റെ ജോലി പോകാൻ മാത്രമല്ല, എന്നെ ഒന്ന് കൊന്നുകളയും. ഇതെന്തിൻ്റെ മെഡിസിനാ? നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അതെൻ്റെ ജോലിയൊന്നും പോകത്തില്ല. ഇത് നീ ഹരയുടെ ജ്യൂസിൽ കലക്കി കൊടുത്താൽ മാത്രം മതി. ഇതിനെപ്പറ്റി നീ കൂടുതൽ അറിയണ്ട. ആദമ്മിൻ്റെ ജ്യൂസിലും കലക്കാൻ ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിനക്ക് പാടില്ലേ. അതുകൊണ്ട് പേടിക്കേ വേണ്ട. ഇന്നാ ഞാൻ പറഞ്ഞ അത്രയും പൈസ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും കേട്ടോ.
നാളെ അവരുടെ ജ്യൂസിനകത്ത് ഇത് കലക്കണം. ഓക്കെ മാം, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ശരിയാണെങ്കിൽ ഞാൻ നാളെ വിളിച്ചറിയിച്ചേക്കാം. ആഹാ, എൻ്റെ ചെറുക്കനിന്ന് കാര്യമായിട്ടുള്ള പാചകത്തിലാണല്ലോ. എന്നെ ഉണ്ടടാ, നീ എന്താ ഈ ഉണ്ടാക്കുന്നത്? ആ മമ്മിയോ? മമ്മി ഇതിപ്പോൾ എപ്പം വന്ന്? ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, ഇതൊരു സർപ്രൈസ് ആയിപ്പോയല്ലോ. എന്ത് അപ്പം വന്നില്ലേ? ആ, ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വരുന്ന കാര്യം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് നിന്നോട്. ജെനിയോട് വിളിച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി ജൂൺ ആണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു പ്രോജക്റ്റിൻ്റെ എന്ത് ഡീറ്റെയിൽസ് സംസാരിക്കണമെന്ന്. അപ്പം അങ്ങോട്ട് പോയടാ. പ്രോജക്റ്റ് ഞാൻ ഒരുവിധം കരക്കെത്തിച്ച് നിർത്തിയേക്കുവാണല്ലോ. അതൊന്നും അല്ല, ഇത് വേറെ എന്തോ ചുറ്റിക്കളിയാ. അപ്പന് വേറെ ബന്ധമുണ്ടോ? എടച്ചക്ക, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. നീ ഇത് പറഞ്ഞ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നിൻ്റെ അപ്പന് വേറെ ബന്ധം, ഉള്ള ബന്ധം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ആര് പ്രണയിക്കാനാണ്? ആര് പറഞ്ഞു? എൻ്റെ അപ്പം നല്ല സ്മാർട്ടാ, മമ്മിക്കാ പുച്ഛ. എന്തിനും വാ മമ്മി, ഇതൊന്നും കഴിക്കാം നമുക്ക്. പിള്ളേരെ, ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ പുറപ്പെട്ടാട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് ആദ്യം അറിയണ്ട. അതൊന്നും മാത്രമല്ല അപ്പച്ച, ഇത് ഒറ്റ കുഞ്ഞു പോലും അറിയണ്ട. ഞാൻ നോക്കിക്കോളാം ഈ കാര്യം. എന്തായാലും ഇപ്പം വന്നത് നന്നായി. അത് നിൻ്റെ മോയല്ലെന്ന് അവനറിയാം. മെൻ്റലി തന്നെ അവൻ ഡൗൺ ആവും. പിന്നെ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇതാരും പറയാതെ നോക്കണ്ട, എൻ്റെ ആവശ്യം. അല്ല, നിന്നെ രാവിലെ ഞാൻ കൊണ്ടുവിടാം. തിരിച്ചു വരുമ്പം ഞാനാണെങ്കിൽ ഡ്രൈവറിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്നേരം നീ ഇറങ്ങുന്ന സമയത്ത് അയാളെ ഒന്ന് വിളിച്ചാൽ മതി. അയാൾ വന്ന് നിന്നെ പിക്ക് ചെയ്തോളൂ. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണേ, ഞാൻ ഉടനടി തന്നെ വരുന്നതായിരിക്കും കേട്ടോ. നീ ഇവിടെ നിൽക്കുവായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? നിന്നെ ഇച്ഛായും തിരക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീ ഇവിടെ കൊണ്ടുവിടാൻ പോകുമെന്ന് ഞാൻ പറയുന്നത് കേട്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഇവിടെ നിന്ന് ആവശ്യത്തിന് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവിടാൻ. അതുകൊണ്ട് ഡ്രൈവറിനോട് പറഞ്ഞാൽ മതി. നിന്നെ അവിടെ രാവിലെ വേണം. ഈച്ചയാണെങ്കിൽ പിന്നെ എലിസബത്ത് ആൻറ്റി പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും പോയി കൂടിയിട്ട് വാ. രാത്രി ലേറ്റ് ആവുമെന്ന് ബെന്നിച്ചൻ എന്നോട് പറഞ്ഞായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈച്ചയും പോയിട്ട് വാ, ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ഇവർ സമ്മതിക്കത്തില്ല. എങ്കിൽ അങ്ങനെ ആകട്ടെ എൻ്റെ പൊന്നഹല. നീ എന്നെ വിളിക്കുക കേട്ടോ, ഞാൻ ഫിലിപ്പിനെ പറഞ്ഞ് ഏൽപ്പിച്ചോളാം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കും, ഞാൻ വന്നേക്കാം. കഷ്ടകാലം പറഞ്ഞു ഇതിനെയൊക്കെ. ഓക്കെ മിസ്റ്റർ റോയി, ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അന്നേരം നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തുടങ്ങിയേക്കാം. പിന്നെ അടുത്ത ആൾ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരിങ്ങോട്ട് പോകുന്നുട്ടെ. എടാ, അന്നെങ്കിൽ ഈ പ്രസൻറ്റേഷൻ നടക്കട്ടെ. ദേ ഹല വന്നിട്ടുണ്ടെന്ന് എന്നോട് ഗബ്രിയേൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോവാം കേട്ടോ. എടാ, ഈ ഇടയായിട്ട് കറന്നവർ എന്നെ കൊണ്ട് കുറച്ച് കറക്കം കൂടുതലാണല്ലോ. ഇനി അടുത്ത ബോംബ് എന്താണാവോ? നമ്മൾ എങ്ങോട്ട് വലിയപ്പച്ച പോകുന്നത്? ഇത് രാത്രിയാവുമല്ലോ തിരിച്ച് നമ്മൾ എത്തുമ്പോൾ. കിടന്ന് പിടയ്ക്കാതെ റൂബേ, ഞാൻ നിന്നോട് പറയാം. നീ അത്തേക്ക് വണ്ടി ഓടിക്കേ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ഒറ്റയ്ക്കുന്നത് സംസാരിക്കാനുണ്ട്. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. അതുവരെ ഒരക്ഷരം നീ എന്നോട് ചോദിക്കുകയില്ല. നിൻ്റെ പണിയൊക്കെ ആദം ചെയ്തോളൂ. ഞാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോന്നേക്കുന്നത്. മാഡത്തിനുള്ള ഫുഡൊക്കെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് മാഡത്തിന് ഈ ജ്യൂസ് ഫ്ലിപ്പ് സാർ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഡത്തിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ആണോ? ഓക്കെ, അത് ഞാൻ കുടിച്ചോളാം. എങ്കിൽ പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം. ഒത്തിരി നേരം ആവുമല്ലേ മീറ്റിംഗ് കഴിയാൻ? അതെ മാഡം, എങ്കിൽ ശരി, ഞാൻ പോവാണേ. ഇനി കഴിച്ചിട്ടാകാം. ആ ടീ ഒക്കെ പോയിട്ട് വിളിച്ചു പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ കുണൂണാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതെന്തൊക്കെ കുഴപ്പമില്ല, ചെറിയ എരിവുണ്ടല്ലോ ദൈവമേ. ഇയാളുടെ കൂടെ പോയ മനുഷ്യന് പട്ടിണി കാണത്തില്ല എന്നായി. താങ്ക് യു എവരിവൺ ഫോർ കമ്മിങ്. ഞങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു. നീയോ വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി വരുന്നതല്ലേ നിൻ്റെ സ്വഭാവം? അല്ലെങ്കിലും വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും തിന്നിട്ട് പോ.
ഞാൻ എവിടെയും വലിഞ്ഞു കയറി വന്നതല്ല, ഞാനൊരു കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് തന്നെ വന്നതാ. ആർക്ക് വേണം നിൻ്റെ ഇവിടുത്തെ കൂറ ഭക്ഷണം? നീ തന്നെ തിന്നു. ഈ ഭക്ഷണം മോശം നിനക്ക് തോന്നും, കാരണം ഇത് കഴിക്കാനും വേണം ഒരു യോഗ്യത. പിന്നെ നിൻ്റെ ഈ വരവ് എനിക്കത്ര പിടിച്ചിട്ടില്ല. ഇവിടെ വന്നത് എന്തെങ്കിലും ഒപ്പിക്കാനാണെങ്കിൽ നീ ആദവിനെ നിനക്ക് ശരിക്കും അറിയില്ല. സാറേ, സാറിനെ അവിടെ തിരക്കുന്നുണ്ട്. പിന്നെ ഹല മാഡത്തിന് ഞാൻ ഫുഡ് കൊണ്ട് കൊടുത്തായിരുന്നു. സാറ് ബാ. ആ ഓക്കെ, ഞാൻ ഹലേനെ പോയി കണ്ടോളാം. പിന്നെ ഇവനെ ഒരു ശ്രദ്ധ വേണം കേട്ടോ.